പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചിടത്ത് യേശുക്രിസ്തുവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ക്ലാസ് ഇടണമെന്ന് ആഗ്രഹിച്ച ദിവസമായിരുന്നു. പക്ഷേ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലുമൊക്കെ ആയിരുന്നുകൊണ്ട് ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റിയില്ല. പകരം ഇന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ, അത് എല്ലാ ഉപമയിൽ കൂടെ കർത്താവ് പറയുകയാണ്. എല്ലാ വയലുകൾ നല്ല രത്നം കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആ മനുഷ്യനെ താൻ ആയിരിക്കുന്ന അവസ്ഥയെല്ലാം ഉപേക്ഷിച്ച് ആ നിത്യജീവനാകുന്ന ആ മഹത്വത്തെ നേടുവാൻ നമ്മളായിരിക്കുന്ന വയലിനെ പലതും ഉപേക്ഷിച്ച് പുതിയ വയൽ തേടി, അല്ലെങ്കിൽ പുതിയ വയലെന്ന് പറയുമ്പോൾ തന്നെ സമ്പത്ത് വരുന്ന സ്ഥലമെന്നാണ് അർത്ഥം. അപ്പോൾ സമ്പത്ത് വരുന്ന നമ്മളിപ്പോൾ ആയിരിക്കുന്ന തലങ്ങളെ ഉപേക്ഷിച്ച് മറ്റ് സമ്പത്തിനെ തേടി പോവുക. അതായത് ഭൗതികമായ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും പശ്ചാത്തലങ്ങളും അതിൻ്റെ വീടും ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളും ജോലിയും അതിൻ്റെ സ്ഥാനമാനങ്ങളെയും എല്ലാം ദൈവരാജ്യത്തിനും സ്വർഗരാജ്യത്തിനും അകറ്റുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ അതിൽ തന്നെ നിന്നുകൊണ്ട് അതിലെ സമ്പാദ്യത്തെയും സ്വർഗീയ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില നിഗൂഢ കാര്യങ്ങളെ നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ചില കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ രസം തോന്നും. അവർക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഉൾക്കൊള്ളണ്ട. എന്നാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടും അപ്പോൾ തന്നെ അതിനോട് ചേർന്നൊരു വചനം കൂടി നിങ്ങൾക്ക് പറയാൻ വേണ്ടി ആഗ്രഹിക്കണം. അത് മത്തായിയുടെ സുവിശേഷം തന്നെ 24-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനമാണ്. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. ഉണ്ടോ? അപ്പോൾ അവിടെയും വയലിനെ പറ്റി പറഞ്ഞില്ല. അവിടെ എന്താണ്? 2 പേർ വയലിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് പല രീതിയിലൊരു അർത്ഥമുണ്ട്. ഒന്നാമത്, എനിക്കറിയാവുന്ന ഒരിക്കലും ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഭവനത്തിൽ അവരുടെ കുറച്ച് മേസ്തിരിപ്പണിക്ക് വേണ്ടി ഒരു മേസ്തിരി കൂടെ പണിയാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട സംഭവം ഇങ്ങനെയാണ്. അതായത് 2 ആൺമക്കളാണ്. ഒരാൾ കാനഡയിലും ഒരാൾ ഓസ്ട്രേലിയയിലുമാണ്. അവരെല്ലാവരും കൂടി ഒരു മാസം ആ പിതാവിൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ 5 ലക്ഷം രൂപയാണ്. എൻ്റെ 8 വർഷം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. 5 ലക്ഷം രൂപ മാസം അയച്ചു കൊടുക്കുന്നു. വലിയ 2 നില വാർക്ക് വീടുണ്ട്, കാറുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ പിന്നെയും പൈസ ഇങ്ങനെ മാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ 67-68 വയസ്സുള്ള ആ ചാച്ചൻ ചെയ്യുന്നത്, രാവിലെ വെളുപ്പിന് 3 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് റബ്ബർ വെട്ടാൻ പോകും. റബ്ബർ വെട്ടാൻ പോകുന്ന അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം റബ്ബർ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ റബ്ബർ വെട്ടുമ്പോൾ അതൊരു വയലാണ്, റബ്ബറാകുന്ന വയൽ. ആ വയലിൽ നിന്ന് 10-25 ഷീറ്റോളം അദ്ദേഹം പാലെടുത്തുകൊണ്ടെന്ന് ഉറച്ചു വയ്ക്കുന്നു. അത് ഷീറ്റാക്കുന്നു, അത് പുകയത്തിടുന്നു, അത് കിണ്ടൽ കണക്കിന് റബ്ബർ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അദ്ദേഹം ആ വയലിൽ നിന്നും പണവും സമ്പാദ്യവും ഉൽപ്പാദിപ്പിച്ച് പണം ഇഷ്ടംപോലെ സമ്പാദിക്കുന്നു. അതോടൊപ്പം മക്കൾ അവർ അധ്വാനിക്കുന്ന വയലിൽ നിന്നും പണം അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പൈസ പണം തന്നെ മിച്ചമാണ്. എന്നിട്ടും അദ്ദേഹം സ്വന്തം വയലിൽ നിന്ന് അധ്വാനിച്ച് വീണ്ടും പണം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ പണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന വയലിൽ നിന്നെല്ലാം കിട്ടുന്ന പണത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രാജാവായിട്ട് ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നിട്ടൊന്നും തികയുന്നില്ല, അല്ലെങ്കിൽ ഇത് പോരാ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം നമ്മുടെ എല്ലാ വീടുകളും കണക്ക് കൂട്ടിയ ഇപ്പോൾ ഒരു 10-30-40 വർഷമായിട്ട് എല്ലാ വീടിനും 2 മക്കളൊക്കെ ഉള്ളൂ. ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അല്ലെങ്കിൽ 2 പെൺമക്കളായാലും 2 ആൺമക്കളായാലും അവരെല്ലാം ഒന്നെങ്കിൽ കാനഡ, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ലണ്ടൻ, എങ്ങോട്ടെങ്കിലുമൊക്കെ ജോലിക്കായിട്ട് പോവാണ്. ജോലിയാകുന്ന വയൽ, പണം കിട്ടുന്ന വയലുകൾ, പണം കായ്ക്കുന്ന വയലുകൾ. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെങ്കിൽ അതൊരു വയൽ, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ അതൊരു വയൽ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു. പണം വരുന്ന എല്ലാം വയലുകളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അപ്പോൾ അതിൽ ഒരാൾ വീട്ടിൽ അയക്കുന്ന പൈസയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് വെക്കുന്നുണ്ട്. ആ വയലിലാണെങ്കിൽ പോലും ഒരാൾ ദൈവമഹത്വത്തിനായിട്ട് എടുക്കപ്പെടും, ദൈവിക കൃപയ്ക്കായിട്ട് എടുക്കപ്പെടും, നിത്യജീവനായിട്ട് എടുക്കപ്പെടും. മറ്റൊരാളോ നാശത്തിനായിട്ട് പോകും. അപ്പോൾ 2 പേരും വയലിലാണ്. 2 പേരും വയലിലായിരിക്കെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അദ്ദേഹം തനിക്ക് കിട്ടിയ വയലിനെ ദൈവിക മഹത്വത്തിനായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടുന്ന ആത്മീയ നിഗൂഢ രഹസ്യങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ആരുടെയും പ്രശംസയോ ആരുടെയും പിന്തുണയോ ആഗ്രഹിക്കാതെ, ഇടത്തേക്കും വലത്തേക്കും ആരും എന്തു പറയുന്നത് ശ്രദ്ധിക്കാതെ, ദൈവിക മഹത്വത്തെ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നീതിബോധത്തെ, അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടുന്ന ആ കൃപകളെ, അതിനുവേണ്ട പ്രാർത്ഥനയെ, വിശുദ്ധിയെ മറ്റുള്ളവർക്ക് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം വിദേശരാജ്യത്ത് ഇരുന്നുകൊണ്ട് 10 പേർക്ക് ധ്യാനത്തിന് പോകാനുള്ള പൈസ അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ്. ഒരു സുഹൃത്തിൻ്റെ കയ്യിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹം 10 പേർക്ക് ധ്യാനത്തിന് പോകാനുള്ള പൈസ, അത് ഏകദേശം ഒരു 1500 ഇപ്പോൾ അണക്കര പോലെ ഉള്ള സ്ഥലങ്ങളിൽ, കണ്ണൂർ ജില്ലയിൽ നിന്ന് അണക്കര ധ്യാനത്തിന് പോയിച്ചാൽ ഒരാളുടെ കയ്യിൽ ഏകദേശം ഒരു 2-3000 രൂപയെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ ഒരു 10 പേരെ കൊണ്ടുപോകണമെങ്കിൽ ഒരു 20,000 രൂപ അയച്ചു കൊടുക്കണം. അദ്ദേഹം മാസം ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ, അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ബസ്സിന് ആളുകളെ അണക്കരയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് പണം മുടക്കുന്ന എവിടെ എന്നിട്ടാണ് വിദേശരാജ്യത്തിരുന്നതാണ്. പക്ഷെ അദ്ദേഹം നേരിട്ട് പൈസ ആളുകളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവന് മറ്റൊരു സുഹൃത്തിൻ്റെ നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹത്തെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ധ്യാനത്തിന് ആളുകളെ കൊണ്ടുപോയിക്കോ, അതിന് പണം ഞാൻ മുടക്കും. അപ്പോൾ അദ്ദേഹം ആ ജീവിക്കുന്ന വയലിലെ പണം ഉപയോഗിച്ച് 10 പേരെ വെച്ച് മാസം ധ്യാനത്തിന് കൊണ്ടുപോകാനുള്ള സമയം. അപ്പോൾ അവരുടെ മദ്യപാനം നിൽക്കുന്നു, പകവല നിൽക്കുന്നു, കുടുംബ കലഹം നിന്നു പോകുന്നു, കുമ്പസാരിക്കുന്നു, വിശുദ്ധി പ്രാപിക്കുന്നു, ഭവൻ രക്ഷപ്പെടുന്നു, മക്കൾ ഐശ്വര്യം പ്രാപിക്കുന്നു, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു. ഇങ്ങനെ ആ കുടുംബം രക്ഷപ്പെടുന്നത് കൂടി കർത്താവ് അർത്ഥമാക്കുന്ന വിശുദ്ധി ആ ഭവനത്തിൽ ലഭിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞൊരു വചനം നമ്മൾ ഓർക്കണം. അതാണ് ദൈവരാജ്യത്തെ പ്രതി, ദൈവനീതിയെ പ്രതി ഒരു പാത്രം വെള്ളം, ഒരു ദാഹിക്കുന്നവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ 100 ഇരട്ടി അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ആ സഹോദരനെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കും. ഇതിനെ മീഡിയ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യനെ കർത്താവ് എത്രമാത്രം സംരക്ഷിക്കും. അങ്ങനെ ധ്യാനം കൂടി തൻ്റെ പാപങ്ങളും അശുദ്ധിയെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വ്യക്തി ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കൊടുക്കുകയും, ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവുകയും, ദേവാലയത്തിലും കൂതാശയിലും മുടങ്ങാതെ സംബന്ധിക്കുകയും, അഭിവൃദ്ധിയും ഐശ്വര്യം പ്രാപിക്കുകയും, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ സമയത്ത് ഈ മനുഷ്യനും ഇതിനെ മീഡിയ ആയിട്ട് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയും ആ പണം അയച്ചു കൊടുത്ത വ്യക്തിയും കർത്താവിൻ്റെ നിത്യജീവന് യോഗ്യതയുള്ളവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അപ്പോൾ 2 വയലാണ്. ഒരാൾ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇവരെ കൊണ്ടുപോകാനും കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന മീഡിയ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആൾ. അവിടെ ഒരു അധ്വാനമുണ്ട്. അതൊരു വയൽ പോലെ. ആ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന അണക്കരയാകുന്ന ധ്യാന സെൻ്ററിലേക്ക് ആളുകളെ കൊണ്ടുവന്ന ആ വയലിലേക്ക് ദൈവിക മഹത്വം കൊയ്തെടുക്കുന്ന, ദൈവിക മഹത്വം വിളഞ്ഞു കിടക്കുന്ന ആ ഫലത്തെ സ്വന്തം ശരീരത്തിൽ ആവഹിക്കുന്ന, വിശ്വാസവും വിശുദ്ധിയും വർദ്ധിപ്പിക്കുന്ന ധ്യാനങ്ങളും കുമ്പസാരങ്ങളും ആരാധനകളും കൂടാൻ വേണ്ടി കൊണ്ടുവന്ന അതുമൊരു ദൈവരാജ്യം വളരുന്നൊരു വയൽ. അതോടൊപ്പം ആ പണം അയച്ചു കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം കണ്ടെത്തുന്ന വിദേശ രാജ്യത്തിലെ പണത്തിൽ നിന്നും, ആ വയലിൽ നിന്നും കിട്ടുന്ന ഒരു പണത്തിൻ്റെ ഭാഗം വിശുദ്ധിക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വീട്ടിലുള്ള എല്ലാ മക്കളും +2 കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ മക്കളും എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ച് വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അത് കാനഡയാകാം, അമേരിക്ക ആകാം, ലണ്ടനാകാം, ഓസ്ട്രേലിയ ആകാം, ന്യൂസിലൻഡ് ആകാം. ഇങ്ങനെ ഏറ്റവും സമ്പത്ത് കിട്ടുന്ന മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവ് പറയണം, അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അങ്ങനെ പോകുന്ന ഒരു മകനോ ഒരു മകളോ, 2 മക്കളുണ്ടെങ്കിൽ, ആ 2 മക്കളുണ്ടെങ്കിൽ ഒരാൾ നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് എടുക്കപ്പെടുകയും, വേറൊരാൾ മദ്യം കഴിക്കാനും പുകവലിക്കാനും തോന്നുപോലെ ജീവിക്കാനും ഈ പണം ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിനും സ്വന്തം ആരോഗ്യത്തിനും സ്വന്തം വ്യക്തിത്വത്തിനും വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുന്നു, വീട് മേടിക്കുന്നു, അല്ലെങ്കിൽ കാറ് വാങ്ങുന്നു, അങ്ങനെയുള്ള മേഖലയിലേക്ക് ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് നിത്യജീവനില്ല എന്നും കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. ഏതാണ് ഈ വയൽ? ആ വയൽ ഏതാണ് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഇത് കാർഷിക മേഖലയാകുന്ന വയൽ, ബിസിനസ് കച്ചവടമാകുന്ന വയൽ, അതുപോലെ തന്നെ ഇന്ന് ധ്യാന സെൻ്ററുകളും ഒരു വയലായിട്ട് മാറി, കത്തോലിക്ക സഭ ഒരു വയലായിട്ട് മാറി, ലോകത്തിലെ മറ്റ് ടെക്നോളജി, സാങ്കേതികവിദ്യ, ശാസ്ത്ര സാങ്കേതികവിദ്യ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഡോക്ടർ, എഞ്ചിനീയർ, അതുപോലുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതൊരു വയലായിട്ട് മാറി. ഇന്ന് കുതിരകൾ വയലായിട്ട് മാറി. എന്താണ് കുതിരശക്തിയല്ല, 1000 കുതിരശക്തിയുള്ള റോക്കറ്റുകൾ, 1000 കുതിരശക്തിയുള്ള ബസ്സിൻ്റെ എഞ്ചിനുകൾ, ട്രെയിനുകൾ, വിമാനങ്ങൾ, റോക്കറ്റുകൾ, ഇതെല്ലാം 1000കണക്കിന് 10000കണക്കിന് എഞ്ചിൻ ശക്തിയുള്ള കുതിരശക്തിയുള്ള വസ്തുക്കളായിട്ട് മാറി. അതെല്ലാം പണം കായ്ക്കുന്നത്. 500, 200, 300 ഒക്കെ കുതിരശക്തിയുള്ള കാറുകൾ, ബസ്സുകൾ, ഇതൊക്കെ വയലായിട്ട് മാറി. സമ്പത്ത് വരുന്ന, പണം വരുന്ന. അത് കർത്താവ് പറയാണ്, അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടുന്നു പറയുമ്പോൾ
പണം തരുന്ന സ്ഥലങ്ങൾ, സമ്പത്ത് തരുന്ന സ്ഥലങ്ങളെല്ലാം വയലുകളോടാണ് കർത്താവ്. അതുകൊണ്ടാണ് കാളയുടെയോ ആട്, കാള, പ്രാവ്, നാണയം, 4 കാര്യങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ കർത്താവ് പുറത്താക്കുന്നുണ്ട്. പണത്തിൻ്റെ അതിൻ്റെ സ്രോതസ്സുകൾ, ആ സ്രോതസ്സിൽ അല്ല മനുഷ്യൻ്റെ ജീവിതത്തിന് മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ. അതായത് ഇതൊക്കെ വരുന്ന ഒരു 200 വർഷം മുമ്പ് ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നു. കോടാനുകോടി മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു. എന്നാൽ അവരെക്കാളൊക്കെ പണം സമ്പാദിക്കുകയും അറിവ് സമ്പാദിക്കുകയും വിദേശ രാജ്യത്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന സമ്പത്ത് വന്നപ്പോൾ, അപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെ തള്ളിക്കളഞ്ഞ്, വിശുദ്ധിയെ തള്ളിക്കളഞ്ഞ്, ദൈവജ്ഞാനത്തെ തള്ളിക്കളഞ്ഞ്, ദൈവിക കൃപകളെ തള്ളിക്കളഞ്ഞ്, സ്വർഗീയ മഹത്വം വേണ്ടാന്ന് വെച്ച് ആ രീതി ജീവിക്കുന്നവരെ കർത്താവിന് ഒരാൾ എടുക്കപ്പെടും, മറ്റയാൾ അവശേഷിക്കും. അപ്പോൾ വയലിൽ എന്ന് പറഞ്ഞാൽ എന്തിനാ? ആ വയൽ, ഒരു നിശ്ചിത വയൽ, ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ 10 വർഷമോ 15 വർഷമോ 25 വർഷമായിട്ട് അമേരിക്ക സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. 25 വർഷം മുമ്പ് അവിടെ എത്തി, പിന്നെ അവിടെ സെറ്റിലായി, പിന്നെ ഇങ്ങോട്ട് പോന്നിട്ടേ ഇല്ല. വല്ലപ്പോഴും വന്നാലായി, പോയാലായി. ആ വയൽ, അമേരിക്ക എന്ന വയലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവരൊന്നും ദാനധർമ്മം ചെയ്യുന്നതായിട്ടോ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടോ ഒന്നും എൻ്റെ അറിവില്ല. ഇനി കൊടുക്കുന്നുണ്ടോ എനിക്കറിയത്തുമില്ല. അപ്പോൾ കർത്താവ് പറയാണ്, അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റയാൾ അവശേഷിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ മഹത്വം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറയുന്നത് വേറെ കാര്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 49-ാം തിരുവചനത്തിൽ കർത്താവിന് പറയുന്നൊരു വചനമുണ്ട്. അത് 47 മുതൽ വായിക്കണം. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ 2 പേർ വയലിലാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. പണത്തിനും പണത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്കും അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പണം കായ്ക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുകയും അന്തസ്സും അഭിമാനവും കൂടുതൽ കൊടുക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികളോട് പ്രത്യേക താല്പര്യം കാണിക്കുക, അവർക്ക് വലിയ ജ്ഞാനമുണ്ടെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കുക, അവർക്ക് 2 നില വാർക്കോടും വലിയ കാറും ഉണ്ടായിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുക, അവരിൽ അഹങ്കാരവും അതിൻ്റെ വലിയ ആഢ്യത്വവും അവർ കാണിക്കുമ്പോൾ, അവരുടെ തോന്നിവാസങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോഴത്തെ വിവാഹത്തിനൊക്കെ പോകാൻ പറ്റുന്ന അവസ്ഥയാണോ? വൈകിട്ട് 4 മണിക്കാണ് ഇപ്പോൾ വിവാഹം നടക്കുന്നത്. അവിടെ വലിയ ഡാൻസുകൾ, പാട്ടുകൾ, കൂത്തുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പണം, വയൽ മനുഷ്യൻ്റെ വിശ്വാസത്തെയും വിശുദ്ധിയെയും വഴിതെറ്റിച്ചപ്പോൾ, അവിടെയും ഏത് വയലിലാണെന്ന് ആയാലും, ഏത് വയലിൽ ജീവിച്ചാലും, ഏത് പണം സമ്പാദിച്ചാലും നിത്യജീവൻ്റെ മഹത്വത്തിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി യുഗാന്തം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യുഗാന്തത്തിലും അതുപോലെ സംഭവിക്കുന്ന കർത്താവ് പറയുമ്പോൾ യുഗാന്ത കാലഘട്ടത്തിലാണ് നാം വയലിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വർഗീയ മഹത്വത്തെ, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ, യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള നിത്യജീവിതത്തെ, ഈ ഭൂമിയും ലോകം അവസാനിച്ചാലും ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകാൻ തക്കവിധമുള്ള ഒരു ആത്മീയ തലത്തെ കണ്ടെത്തി അതിൽ വ്യാപരിക്കുന്ന അവസ്ഥയാണ്. അത് ചിലപ്പോൾ ജോലി രാജിവെച്ചിട്ടാവും. നമുക്കറിയാം, അനേകം വ്യക്തികൾ ജോലി രാജിവെച്ചിട്ട് സുവിശേഷ പ്രഘോഷണത്തിനും സുവിശേഷ ശുശ്രൂഷയ്ക്കുമായിട്ട് പോകുന്നത് നമുക്കറിയാം. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ബെന്നി പുന്നത്തറ, അതുപോലെ സന്തോഷ് മാത്രം, അവരൊക്കെ ജോലിയുള്ള മനുഷ്യരായിരുന്നു. കാരണം ബാങ്ക് മാനേജറോ ബാങ്കിലെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗരാജ്യമാകുന്ന വയൽ നേടാൻ വേണ്ടി. അപ്പോൾ പണത്തിൻ്റെ വരവും പണത്തിൻ്റെ സ്രോതസ്സും പണത്തിൽ നിന്ന് കിട്ടിയിരുന്ന ആഢ്യത്വവും അതിൻ്റെ സാമൂഹിക ആഡംബരവും ഉപേക്ഷിച്ചിട്ട്, ആ വയലിനെ ഉപേക്ഷിച്ച് ദൈവരാജ്യമല്ല, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യുഗാന്തം അടുത്തു വന്നിരിക്കുന്നു. ഇനിയും യേശുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ തനിക്ക് ആ 2-1 പോലെ ആയിപ്പോയെങ്കിലോ, അതായത് അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റയാൾ അവശേഷിക്കും. അവശേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അവശേഷിച്ച് പോകാതെ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെങ്കിൽ നാം ചില നിഗൂഢ കാര്യങ്ങളെ കണ്ടെത്തുകയും നിഗൂഢമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ, എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം.
വല നിറഞ്ഞപ്പോൾ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അപ്പോൾ ഇപ്പോൾ ഈ സുവിശേഷമാകുന്ന വല, ഈ ആഗോള സുവിശേഷമാകുന്ന വല, സുവിശേഷമാകുന്ന ഈ സംഭവത്തെ ഇൻ്റർനെറ്റ് ആകുന്ന വേറൊരു വലയിൽ കൂടെ കൊടുത്ത് ഈ ലോകത്തെ ഇങ്ങനെ വല വീശി ആൾക്കാരെ പിടിക്കുകയാണ്. അപ്പോൾ ഈ മത്സ്യം എന്ന് പറയുന്നത് മനുഷ്യനെ വല വീശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ വല അങ്ങോട്ടിട്ട് മൊത്തം വീശുമ്പോൾ അശുദ്ധിയുള്ളവരുണ്ട്, വിശുദ്ധി നഷ്ടപ്പെട്ടവരുണ്ട്, സഭ വിട്ടു പോയവരുണ്ട്, അക്രൈസ്തവരെ കല്യാണം കഴിച്ചു പോയവരുണ്ട്, സഭയും കൂതാശിയിൽ ഉപേക്ഷിച്ച് പോയവരുണ്ട്, മതസ്ഥരുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടവരുണ്ട്. അങ്ങനെ എല്ലാവിധ അശുദ്ധിയുള്ളവരും എന്നാൽ കുറച്ച് നന്മയുള്ളവരും ഒക്കെ ആയിട്ട് ചീത്തയും നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ ആ വലയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ ഇതിൻ്റെ വലയുടെ ഉടമസ്ഥൻ എന്താ ചെയ്യുന്നത്? അതിനകത്ത് ചീത്ത മത്സ്യങ്ങളെ പെറുക്കി ദൂരേക്ക് വലിച്ചെറിയുന്നു. ആ ചീത്ത മത്സ്യങ്ങളെ പെറുക്കി ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരു മത്സ്യത്തെ പോലെ ആണോ ഞാൻ എന്ന് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ചീത്ത മത്സ്യമാണ് എന്ന് കണ്ടുകൊണ്ട് എന്നെ വലിച്ചെറിയുന്നത് എങ്ങോട്ടേക്കാണ്? അഗ്നികുണ്ഡത്തിലേക്കാണ്. അതുകൊണ്ട് അവരുടെ യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അവിടെ വിലാപവും വെല്ലുവിളിയുമായിരിക്കും. ആ വിലാപവും വെല്ലുവിളി എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു വിലാപവും വെല്ലുവിളിയല്ല. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 2027 മുമ്പുള്ള ഈ ചുരുങ്ങിയ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഈ ചുരുങ്ങിയ കാലത്തിൽ, ഈ വളരെ ചുരുങ്ങിയ സമയത്ത്, ഈ വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ ചീത്ത മത്സ്യത്തിൻ്റെ പട്ടികയിൽ പെടാതെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും സത്യസന്ധതയുടെയും പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സദ്ബലങ്ങൾ ചൂടി നിന്നില്ലെങ്കിൽ നാം തള്ളപ്പെടുകയും കർത്താവ് വലിച്ചു ദൂരേക്കുകയും ചെയ്യും. അപ്പോഴുണ്ടാകുന്ന വിലാപവും വെല്ലുവിളിയും എത്ര ഭയാനകമാണെന്ന് അറിയാൻ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ കാലത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ ധ്യാനം വന്നുകൂടി വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധാത്മാവോട് നിറഞ്ഞ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പല വ്യക്തികളോട് സംസാരിച്ചപ്പോൾ അവർ അണക്കര ധ്യാനത്തിന് പോയ ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ ചില ധ്യാന സെൻ്ററുകളിൽ പോയവരെ ചില പരിചയപ്പെട്ടു. ചില ഈ കേരളത്തിലുള്ള ചില ധ്യാന സെൻ്ററിൽ പോയിട്ട് പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, അവിടെയൊക്കെ എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ, എങ്ങനെയുണ്ട് ധ്യാനങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്? യുഗാന്ത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? യേശുക്രിസ്തു രണ്ടാമത്തെ വരനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന് വരനെ പറ്റി ഡേറ്റ് വെച്ച് സംസാരിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ പ്രത്യേക ഒരുക്കം എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് കേട്ട് എനിക്ക് വളരെ സങ്കടവും ഞാൻ ഞെട്ടിപ്പോവുകയും ചെയ്തു. കാരണം അതിനെപ്പറ്റിയൊന്നും കാര്യമായ ഒരു പഠനമോ കാര്യമോ അതിൻ്റെ ഒരുക്കമോ അവർക്ക് ആർക്കും അറിയത്തില്ല. അവരാരും ഒരുങ്ങുന്നില്ല. എന്നാൽ കുറച്ചൊക്കെ ചില ധ്യാന സംഘങ്ങളിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വരന് വേണ്ടി നമ്മൾ ഒരുങ്ങണം, അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണത വേണം, പ്രാർത്ഥന വേണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം വസ്തുക്കളെ ഉപേക്ഷിക്കണം, എന്തെല്ലാം ആശയങ്ങൾ ഉപേക്ഷിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളും തയ്യാറായിരിക്കണം. അങ്ങനെ വചനമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം തിരുവചനം. അവിടെ കർത്താവിന്, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ. നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരുങ്ങാനല്ല പറഞ്ഞിരിക്കുന്നത്, ഒരുക്കം കഴിഞ്ഞിട്ട് പുറപ്പെടാൻ തയ്യാറാകുന്നതിനെയാണ് കർത്താവ് തയ്യാറായിരിക്കണം പറഞ്ഞത്. അത്രമാത്രം ശ്രദ്ധാലുവും സൂക്ഷ്മതയോടെ വളരെ ഗഹനമായി ചിന്തിച്ച് പഠിച്ച് അതിൻ്റെ വ്യാഖ്യാന തലങ്ങളെ കണ്ടെത്തി. അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിയമജ്ഞരുടെയും പരിസേയരുടെയും ജ്ഞാനത്തെ നിൻ്റെ ജ്ഞാനം അതിനുപരിയായിട്ട് ചിന്തിക്കുന്നില്ലെങ്കിൽ, ഉപരിയായിട്ട് നീ പഠിക്കുന്നില്ലെങ്കിൽ, അവരുടെ ജ്ഞാനത്തെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം നിനക്കില്ല എങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാൽ നിയമജ്ഞരെയും പരിസേയരുടെ കത്തോലിക്ക സഭയുടെ എല്ലാവിധ ജ്ഞാനത്തിനും അപ്പുറത്തേക്ക് എന്നിലൊരു ജ്ഞാനം ഞാൻ ആർജിച്ചേ പറ്റൂ, ഞാൻ നേടിയേ പറ്റൂ. അതിന് ആ രീതിയിലുള്ള ക്ലാസ്സുകളും ജ്ഞാനവും തരുന്ന വ്യക്തിയുടെ അടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ പല ധ്യാന സെൻ്ററുകളിലും പോയി വന്നവരെ പഠിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരു ധ്യാന ക്ലാസ് എവിടെ ഇല്ല. ചിലയിടത്ത് കുറച്ച് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി, വിഷയപ്പറ്റി യേശുക്രിസ്തുവിൻ്റെ വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നില്ലേ, നമുക്ക് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പോരെ പ്രിയ സഹോദരങ്ങളെ, ഒന്നുമല്ല. യഥാർത്ഥ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തെപ്പറ്റി കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഭാഗങ്ങൾ വെളിപാട് ഗ്രന്ഥത്തിലാണുള്ളത്. എന്നിട്ട് കർത്താവ് പറയാണ്, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. ഏത് മണിക്കൂറിലാണ് കർത്താവ് വരുന്നത് നിങ്ങൾ അറിയായിക്കൊണ്ട് നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് എടുക്കരുത്. ഇപ്പം നാളെ യേശുക്രിസ്തു വന്നേക്കും എന്നൊരു രീതിയിലേക്ക് നാം മാറണം. അങ്ങനെ മാറണമെങ്കിൽ അതിന് തക്ക ജ്ഞാനം വേണം, വിശുദ്ധി വേണം, വിശ്വാസം വേണം,
വിവേകം വേണം, സത്യസന്ധമായിരിക്കണം, ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്ക് കർത്താവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, അന്ത്യവിധിയിൽ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരമെങ്കിൽ നമ്മുടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ക്രിസ്തുവിൻ്റെ കൂടെയുള്ള നിത്യജീവനാകുന്ന വയൽ, യേശുവാകുന്ന വയൽ, യേശുവാകുന്ന ആ സ്വർഗം, അല്ല യേശുവാകുന്ന ആ നിധി, യേശുവാകുന്ന സ്വർണം, യേശുവാകുന്ന രത്നം നമ്മൾ വാങ്ങി ആ കൂട്ടത്തിൽ നമ്മൾ ആകണമെങ്കിൽ നമ്മളിപ്പോൾ അതിനുവേണ്ടി പ്രത്യേക രീതിയിൽ ഒരുങ്ങുക തന്നെ വേണം പ്രിയപ്പെട്ട. അതിന് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ജ്ഞാനിയെ തകർക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ഒരു വ്യക്തി കൂടി ഈ ലോകത്തിലെ മുഴുവൻ ആശയങ്ങളും, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും, ഈ ലോകത്തിലെ മുഴുവൻ എതിർക്രിസ്തുവും, ഈ ലോകത്തിലെ മുഴുവൻ അജ്ഞതയും അന്ധകാരവും ഒരു വ്യക്തിക്ക് നേരെ വന്നാലും അവൻ ജ്ഞാനിയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ആ ജ്ഞാനം ക്രിസ്തുവിൻ്റെ ന്യായമാണ്. ആ ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനം സ്വർഗത്തിൻ്റെ ജ്ഞാനമാണ്. അതിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നിഷ്പ്രഭമായി പോവും, ശൂന്യമായി പോവും, അന്ധമായി പോവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജ്ഞാനിയാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ജ്ഞാനമില്ലാത്തവരെ ആർക്ക് വേണമെങ്കിലും വശീകരിക്കുന്നതിനും തോൽപ്പിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും സാധിക്കും. അതുകൊണ്ട് നിയമജ്ഞരുടെയും പരിസരയുടെയും ജ്ഞാനത്തെ, നിന്റെ ജ്ഞാനം അതിശയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ധ്യാനമന്ദിരങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ്, അതിനേക്കാൾ 100 മടങ്ങ് ജ്ഞാനവും വിശുദ്ധിയും വിവേകവും നമുക്ക് വിശുദ്ധ കിട്ടണം. അത് കിട്ടണമെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം, ഇതിന് തൊട്ടതായി ഒരു കമൻറ്റ് കണ്ടു, അദ്ദേഹം എന്തൊക്കെയോ വായിൽ നിന്ന് വിളിച്ചു പറയുന്നു. ബട്ട് അങ്ങനെ ചിലർക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ്. തോന്നുന്നവർ തോന്നിക്കൊള്ളട്ടെ, കാരണം എല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ്, അപ്പോൾ 2 പേർ വയലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. ആ വയൽ ഏതാണ്? ഒരാൾ എടുക്കപ്പെടുന്ന വയലും ഒരാൾ താഴോട്ട് നശിച്ചു പോകുന്ന വയലും ഏതാണെന്ന് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് വെളിവാകും പ്രിയപ്പെട്ടവരെ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായിട്ട് നാം സാധാരണ രീതിയിലൊന്നും ഒരുങ്ങിയാൽ പോരാ. കാരണം പ്രത്യേകിച്ചും 666 എന്ന ചിപ്പ് വരാൻ പോകുന്നു. ഇനി എയർ റോബോട്ടുമായിട്ടുള്ള വിവാഹങ്ങൾ വരാൻ പോകുന്നു. എയർ റോബോട്ടിനെ കാശ് കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന അവസ്ഥ വരാൻ പോകുന്നു. ഏറ്റവും മ്ലേച്ഛവും ഏറ്റവും വൃത്തികെട്ടതും മലിനവും മാലിന്യം നിറഞ്ഞതുമായ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സിനിമ പോലെയും ഇതുപോലെ മൊബൈൽ ഫോണിൽ കൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ മനുഷ്യൻ കാണേണ്ട സാഹചര്യം പശ്ചാത്തലം വരാൻ പോകുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജ്ഞാനത്തെ വിശുദ്ധ, പ്രത്യേകിച്ച് ന്യൂറാലിംഗം എന്ന് പറഞ്ഞ് തലക്കത്ത് വെക്കുന്ന ചിപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മരണമില്ലാത്ത കാലം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മരണത്തെ മാറ്റി നിർത്തി ആയുസ് വർദ്ധിപ്പിക്കാൻ പോകുന്ന ടെക്നോളജി കണ്ടുപിടിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ എന്ത് കണ്ടുപിടിച്ചാലും, എന്തെല്ലാം ശാസ്ത്ര സാങ്കേതികത്വം വളർന്നാലും, എത്രമാത്രം ശാസ്ത്രം വളർന്നതിൻ്റെ ഏതവസ്ഥയിലെത്തിയാലും പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു മുമ്പിൽ എല്ലാം ശൂന്യവും ശുഷ്കമാണിതെല്ലാം. ഒരു നിശ്ചിത സമയം വരെ പൊന്തി നിൽക്കുന്ന കൊമള പോലെ മാത്രമേ ഇതെല്ലാം ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, അപ്പോൾ വയലിലായിരിക്കുന്നവൻ, അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അപ്പോൾ ഏത് വ്യക്തിയായിരിക്കും എടുക്കപ്പെടുക? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏത് വയലിലാണോ നിൽക്കുന്നത്, 2 പേർ വയലിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് വയലിലാണോ നിൽക്കുന്നത്, ആ നിന്ന വയലിൽ നിന്ന് ഒരാൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വയലിനെ ഉപയോഗിച്ച് അദ്ദേഹം നിധി കണ്ടെത്തിയിരുന്നു. യേശു ക്രിസ്തുവാകുന്ന നിധി കണ്ടെത്തിയിട്ട് ആ നിധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അധ്വാനിച്ചിരുന്നു. അദ്ദേഹം വിദേശത്ത് ജോലി ആയിക്കൊള്ളട്ടെ, അദ്ദേഹം സമ്പാദിക്കുന്ന അവസ്ഥയിലായിക്കൊള്ളട്ടെ, അദ്ദേഹം എത്രമാത്രം വരുമാനമുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, അല്ലെ 2%, അല്ലെ 3%, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി, നിത്യജീവന് വേണ്ടി, സ്വർഗീയമതത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. അത് ആരോടും പറഞ്ഞിരുന്നില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ആ കണ്ടപ്പോൾ അവൻ്റെ കയ്യിലേക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് വെച്ചു കൊടുത്ത പണമുണ്ട്. അവനൊരു വീട്ടിൽ കയറിച്ചവർ ക്യാൻസർ രോഗി കണ്ടെത്തി അവൻ എല്ലാ മാസവും രഹസ്യമായിട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അത് ആരും പറഞ്ഞിട്ടില്ല, ആരും ഒരു പേരിനും പ്രശസ്തിക്കും അവൻ നിന്നിട്ടില്ല. അവൻ്റെ ഒരു വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ആരും അറിയാതെ വിശുദ്ധിക്ക് വേണ്ടി, ദൈവരാജ്യ വചന പ്രഘോഷം ചെയ്യുന്ന ഇത്തരം വ്യക്തികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ധ്യാന സെൻ്ററിൽ പോകുന്നതിനുള്ള ധ്യാനത്തിൻ്റെ സംവിധാനം ഒരുക്കപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ധ്യാനത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ധ്യാനം കുടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെ കർത്താവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ, കർത്താവിൻ്റെ നീതിക്ക് മുമ്പിൽ തൻ്റെ വയലിലെ പണം ഉപയോഗിച്ചെങ്കിൽ ആ വ്യക്തി കണ്ടെത്തിയത് ആരെയാണ്? സ്വർണം പോലെ, രത്നം പോലെ, നിധി പോലെ യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇത്തരം നിഗൂഢ രഹസ്യങ്ങളെ
ഇത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നാം അത് നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനികളെല്ലാം ഇത് കണ്ടെത്തി, അയ്യോ നമ്മൾ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നുണ്ട്, സഭയിലെ അംഗമാണ്, ഞാൻ പത്രാണ്ട് മാർപ്പാണ്, ഇതാണ് അങ്ങനെയാണ്, ഞാൻ വചനപ്രഘോഷനാണ്, എല്ലാമാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ പറയുന്ന ആളല്ലേ, എൻ്റെ കീശ കിടക്കുന്ന വ്യക്തിയല്ലേ ക്രിസ്തു, അപ്പോൾ എനിക്ക് എപ്പം വേണമെടുത്ത് ഉപയോഗിക്കാം, അപ്പം വേണമെങ്കിൽ കീശയിടാം, അതുകൊണ്ട് അങ്ങനെ ഒരാളാണ് ക്രിസ്തു, അതുകൊണ്ട് ഞാൻ പറയുന്ന അപ്പുറത്തേക്ക് ക്രിസ്തു നിൽക്കില്ല, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ പുള്ളിയെന്ന് കണക്കൂട്ടിക്കൊണ്ട് ആരെങ്കിലും സുവിശേഷം പറയുകയോ ആരെങ്കിലും ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരനെ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കേണ്ടി വരും, കണക്ക് വയ്ക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമെന്ന് പറഞ്ഞ്, അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമത്തിൽ പതിപ്പിച്ചതുമായ ജീവൻ്റെ ഗ്രന്ഥം, ആ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എൻ്റെ പേര് വരണമെങ്കിൽ ഞാൻ നിഗൂഢമായിട്ട് എന്ത് ചെയ്യണം? ആരും അറിയാതെ നിഗൂഢമായിട്ട് എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നുപോയവരെ പിടിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെ അസ്വസ്ഥതകളെ അനുഭവിക്കുന്ന ഭവനത്തിൽ ചെന്ന് കണ്ട് അവരെ ധ്യാനസെൻ്ററിൽ കൂട്ടിക്കൊണ്ടുപോയി അതിൽ അസ്വസ്ഥ നിർത്തി തിരിച്ചു വീട്ടിൽ കൊണ്ട് ആ കുടുംബത്തെ സമാധാനം നിങ്ങൾ സ്ഥാപിച്ചെങ്കിൽ ആ സമാധാനം സ്ഥാപിച്ചതാണ് കർത്താവിൻ്റെ മഹത്വം. അത് ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്റ്റെപ്പ് കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ യേശു ക്രിസ്തുവിനെ, അത് നമ്മളെ മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ഇതെല്ലാം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും നിഗൂഢമായ രഹസ്യം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ തീഷ്ണത ജ്വലനം വർദ്ധിക്കുന്നത്. അല്ല വെറുതെ ഒരു കുറച്ച് കാര്യം, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പാണ് ഇത് കേൾക്കുന്നെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഒരു വൈദികനിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചും ഈ വലയെക്കുറിച്ചും നിധിയെക്കുറിച്ചും രത്നത്തെക്കുറിച്ചുമാണ് കേൾക്കുന്നെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ട് കുറേ കാലമായില്ലേ, അതവിടെ ഇരിക്കട്ടെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി വിരലേൽ എണ്ണാവുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ലോകാവസാനത്തിൻ്റെ ഡേറ്റ് വിരലേൽ എണ്ണാവുന്ന അടുത്തെത്തി കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. യുഗാന്തം നമ്മുടെ മുമ്പിൽ, യുഗങ്ങളുടെ അറ്റം നമ്മുടെ മുമ്പിൽ എത്തപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് നാം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രത്യേക രീതിയിൽ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് സാമാന്യ രീതിയിലുള്ള ഇന്നത്തെ ധ്യാന സെൻ്ററുകളോ സാമാന്യ രീതിയിലുള്ള ചിന്തകളോ ജ്ഞാനത്തിനോ ഒന്നും ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതിന് സ്പെഷ്യൽ, അതിനേക്കാൾ കർത്താവ് അർത്ഥമാക്കുന്ന ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും അവസാനം എങ്ങനെയായിരിക്കണം ആ വ്യക്തി ഒരുങ്ങേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വിശുദ്ധ വെളിപാട് ഗ്രന്ഥത്തിൽ. ആ രീതിയിൽ ഒരുങ്ങുന്ന വ്യക്തികൾക്ക് മാത്രമേ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു പന്തക്കോസ്ത് പാസ്റ്ററുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയൊരു മൊബൈൽ ഫോൺ കിടപ്പുണ്ട്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സുവിശേഷത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, ഈ മൊബൈൽ ഫോണ് നിങ്ങൾക്ക് എന്തിനുപയോഗിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തൂടെ സുവിശേഷം കൊടുക്കാറുണ്ട്, സുവിശേഷം മേടിക്കാറുണ്ട്, മെസ്സേജുകൾ കൊടുക്കാറുണ്ട്, അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇതിന് മുടക്കുന്ന പണം നിങ്ങൾക്കെതിരെ കർത്താവിൻ്റെ മുമ്പിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് വിസ്തരണത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ എഴുതിയിട്ടേ ഇല്ല ബ്രദറെ, നിങ്ങൾ അതിനെപ്പറ്റി വെറുതെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ കാണിച്ചു തന്നാലോ, വചനം കാണിച്ചു തന്നാലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ പറഞ്ഞു തെറ്റായ വ്യാഖ്യാനമല്ല, ഒരു 10 പേരെ നമുക്ക് വ്യാഖ്യാനം അറിയാവുന്നൊരു 10 പേരെ വിളിച്ചിരുത്താം. നിങ്ങളുടെ കെറോഫിൽ അല്ല നമ്മുടെ കെറോഫിൽ 10 പേര്, നിങ്ങളുടെ കെറോഫിൽ 10 പേര് ഇരുത്തിക്കോ, അവരുടെ മുമ്പ് വെച്ച് കാര്യം ചോദിക്കാം, നേർക്ക് നേരെ സത്യമാണോ ശരിയാണോ മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അറിയത്തില്ല, ഒരു കൊട്ടത്താപ്പ് വിശ്വാസം, ഇങ്ങനെയൊക്കെ മതി. ഇത് ഞാൻ ബന്ധക്കോസ്ത് ഭാഷയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ വചന ഭാഷയാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അച്ഛനാണ് ഇങ്ങനെ, ഇത് മതി, ഇങ്ങനെ മതി, ഇത്ര മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വലിയ ഞെരുങ്ങി പിടിച്ച് മുട്ടി വലിഞ്ഞ് ശരീരം കീറി വലിഞ്ഞ് സ്വന്തം കുരിശ് വഹിക്കാതെ കർത്താവിന് തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അതിനൊന്നും നമുക്ക് പറ്റില്ല, നേരമില്ല, സമയമില്ല. ഈ കുരിശ് തോളിട്ട് വെക്കുമ്പോൾ തന്നെ ഇവിടെ വേദനിക്കാൻ തുടങ്ങി, പൊട്ടാൻ തുടങ്ങി, എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് ഓടിക്കയറാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗ്ഗരാജ്യം. പിന്നെ ഇത്ര വിഷമിക്കണ്ടേ? ഇത്ര വിഷമിച്ച് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നത്. അത് കർത്താവ് പറയാണ് യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. എന്നിട്ട് എന്താ പറഞ്ഞേ? അവിടെ യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അവനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ആ വലിച്ചെറിയുന്നൊരു സംഭവം തൊട്ട് മുമ്പിലെത്തി. പ്രിയ സഹോദരരെ, കാഹളം ഊതാൻ സമയമായി. വെളിപാട് ഗ്രന്ഥത്തിൽ 1-ാമത്തെ കാഹളം മുഴങ്ങാൻ സമയമായി. വെളിപാട് ഗ്രന്ഥത്തിൽ 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നു, 1-ാമത്തെ മുദ്ര പൊട്ടാൻ ഏതാനും മാസങ്ങൾ കൂടെ മാത്രം മുമ്പിൽ നിൽക്കുമ്പോഴാണ് നാം ഈ യുഗാന്തത്തെക്കുറിച്ച് ഈ ക്ലാസ് കേൾക്കുന്നത്.
ഇത്രയും കാലം 65, 68, 70, 82, 85 വയസ്സായിട്ടും ക്രിസ്തുവാകുന്ന പരമസത്യത്തെ അത് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ല. എന്നിട്ട് ഇപ്പോൾ മേലേക്ക് കയറിപ്പോകാൻ വിചാരിച്ചുകൊണ്ട് പാള പോലെ മുറം പോലെ വലിയ മൊബൈൽ വിട്ട് പള്ളിയിൽ പോകുന്ന അല്ലെ വചനം പോഷിക്കുന്ന എല്ലാ വ്യക്തികളും കർത്താവിൻ്റെ ന്യായത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ കർത്താവിന് മുമ്പിൽ കണക്ക് വെക്കേണ്ടി വരും. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, അതുകൊണ്ട് അത്ര നിസ്സാരമായ കാര്യമായി പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കയറാവുന്നൊരു ചാഞ്ഞ മരമല്ല യേശു ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യം. അത് ബലപരീക്ഷണത്തിന് വിധേയമാണ്, അത് ജ്ഞാനത്തിന് അധീനമാണ്. അത് ജ്ഞാനം കൊണ്ടേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ. വിശ്വാസവും വിശുദ്ധിയും അതിൻ്റെ രണ്ടാമത്തെ തലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചൂടുന്ന ആത്മീയ നന്മ പ്രവൃത്തികളുടെ മൂന്നാം തലമാണ്. അങ്ങനെ മൂന്നാം തലവും തേങ്ങ കൊപ്ര എണ്ണ എന്നതുപോലെ വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ബലം, അങ്ങനെ 4 ഘട്ടങ്ങൾ കയറി കർത്താവിൻ്റെ മഹത്വത്തിന് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടിയവർക്ക് മാത്രമേ അക്കരെ പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ തള്ളിയിടുന്ന സ്ഥലമാണ് വിലാവുമൽ അഗ്നികുണ്ഡം. അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് അഗ്നികുണ്ഡം തയ്യാറാക്കപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് സ്വർഗീയ മഹത്വവും ഇങ്ങനെ നമുക്കായിട്ട് കയറിച്ചില്ലാവുന്ന രീതിയിൽ സ്വർണം പാകിയ അതിമനോഹരവും ആ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്തതുമായ സ്വർഗീയ രാജ്യം, സ്വർഗരാജ്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിന് മുമ്പിലേക്ക് നാം മരണമില്ലാത്തൊരു മനുഷ്യനായിട്ട് എടുക്കപ്പെടുന്ന ആ മഹത്വം, ആ ധന്യവും അതിശ്രേഷ്ഠവും അചിന്തനീയമായ ആ മഹത്വം തൊട്ടടുത്ത് മുമ്പിൽ നീക്കുമ്പോൾ ഇപ്പോൾ പോലും ക്രിസ്തു എന്ന രത്നത്തെ, ക്രിസ്തു എന്ന സ്വർണത്തെ, ക്രിസ്തു എന്ന രത്നത്തെ സ്വന്തമാക്കാൻ പറ്റാത്ത കോടാനുകോടി മനുഷ്യരുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തൊരു അഗ്നികുണ്ഡമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കണം. അല്ലാതെ ഒരു സാധാരണ ജീവിതം, ഒരു വെറും ജീവിതം, ഇതെൻ്റെ സൗകര്യം പോലെ ഞാൻ വസ്ത്രം ധരിക്കും, എൻ്റെ സൗകര്യം പോലെ ഞാൻ ജീവിക്കും, എൻ്റെ സൗകര്യം പോലെ പരിപാടികൾ ഞാൻ കാണും, എൻ്റെ സൗകര്യം പോലെ ജീവിച്ചിരുന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടുന്ന അഗ്നി കൊണ്ട് ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ 3-4 ലോക മഹായുദ്ധം തുടങ്ങും. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ഇല്ലാതെ വരും, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ കിട്ടാതെ വരും, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭക്ഷണ മാർക്കറ്റ് അപ്രത്യക്ഷമാകും, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം നമ്മളിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ, ഞൊട്ടിയിട്ടേക്ക് കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ, പ്രത്യേകിച്ചും ജോയൽ പരാമർശത്തിലൊക്കെ കർത്താവിനുണ്ട്, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. കൺമുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒന്ന് കണ്ണടച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ 10 അരിച്ചാക്കാണില്ല, അത് വേറെ ആൾക്കാർ വാഹനത്തെ കയറ്റി നിമിഷ നേരം കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ആ 10 കിലോ അരി മേടിക്കാൻ, ഒരു കരി മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ മറ്റുള്ളവരെ ചാക്ക് സ്വന്തം വാഹനത്തെ കയറ്റി കൊണ്ടുപോയി നമ്മൾ കാണും. നമുക്കൊന്നും കിട്ടുകയില്ല. 1 മണി അരി കിട്ടാതെ നിരാശയോട് തിരിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഭക്ഷണം നിന്റെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആ സംഭവം നീ അനുഭവിക്കുമ്പോഴേ നിനക്ക് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പോൾ അത് തലയിൽ കയറില്ല പ്രിയ സഹോദരനെ. അതിന് കയറുന്നവർക്ക് വേണ്ടി പറയുകയാണ്. പ്രിയ സഹോദരരെ, ഓർത്തോ, കർത്താവിൻ്റെ വരവ് തൊട്ട് പടിവാതിൽക്ക് നിൽക്കുമ്പോൾ യേശുവിൻ്റെ വരവിന് മുമ്പുള്ള ആ ഒരുക്കത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24:44 നിങ്ങളും തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ, തൻ്റെ കാഴ്ചപ്പാടുകളെ, തൻ്റെ ആരോഗ്യത്തെ, സമയത്തെ, സാഹചര്യത്തെ, പശ്ചാത്തലത്തെ, അധ്വാനത്തെ, ചിന്തകളെ, കാഴ്ചപ്പാടുകളെ, പണത്തെ, നല്ലൊരു ശതമാനം എല്ലാ വിധത്തിലും എൻ്റെ ശരീരം കൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട് ചെന്നെത്താൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവും കർത്താവിൻ്റെ മഹത്വത്തെ കൊണ്ട് കൊടുത്ത് വേദനിക്കുന്നവരിലേക്ക്, അനാഥരിലേക്ക്, ദരിദ്രരിലേക്ക്, വിധവകളിലേക്ക്, രോഗികളിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും വിശുദ്ധിയും കൊടുത്ത്, യേശുവിൻ്റെ വരനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത്, അവർക്ക് ആശ്വാസം, സന്തോഷം പറഞ്ഞു കൊടുത്ത് നാം ക്രിസ്തുവിന് കൂടിയായിരിക്കണം. അതാണ് യേശു ക്രിസ്തു എന്ന സത്യം, യേശു ക്രിസ്തു എന്ന രത്നം, സ്വർണം, നിധി. അത് സ്വർഗരാജ്യമാണ് നിധി. യേശു ക്രിസ്തുവാണ് നിധി, യേശുവാണ് രത്നം, യേശുവാണ് സ്വർഗം, സ്വർഗരാജ്യമാണ് നിത്യജീവൻ്റെ ആധാരം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അതിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. യേശു ക്രിസ്തു തിരുവചനം എൻ്റെ ആത്മാവിനെ പുളകിതമാക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ രോമാഞ്ചം കൊള്ളട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വചനം എന്നെ ശക്തീകരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന അഗ്നി, ജ്ഞാനത്തിൻ്റെ അഗ്നി എന്നെ ശക്തിയും വിശുദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ.
യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശിരസിൽ വന്നു നിറയുമ്പോൾ ഞാനൊരു ജ്ഞാനത്തിൻ്റെ അഭിഷേകമായിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിശുദ്ധിയും വിവേകമുള്ളവനാക്കി മാറ്റട്ടെ. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.